കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പരിചയപ്പെടുത്തിയതൊരു വെള്ളത്താമരയും പാടവും ഉള്ളൊരു സ്ഥലമാണ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലേറെ വെള്ളത്താമരകളുള്ള മറ്റൊരു സ്ഥലത്തെക്കുറിച്ചിട്ടാണ്. മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് അയിലക്കാട് എന്ന പ്രദേശത്താണ് മനോഹരമായ ഈ സ്ഥലമുള്ളത്. ഈ കാണുന്ന പാലത്തിൻ്റെ ഒരു സൈഡ് കായലും മറ്റേ സൈഡ് പാടവുമാണ്. മെയിൻ റോഡിൽ നിന്നും നേരെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരം പരന്നെടുക്കുന്ന പാടമാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുക. പാടത്തിൻ്റെ ഇടയിൽ കൂടെ വലിയൊരു ബണ്ടുണ്ട്. ആ ബണ്ടിൻ്റെ മേലെ കൂടെ നമുക്ക് സുഖമായിട്ട് നടന്ന് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. ബണ്ടിൽ കൂടെ നടന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡ് കായലും മറ്റേ സൈഡ് പാടവുമാണ് നമുക്ക് കാണാൻ പറ്റുക. വൈകുന്നേരങ്ങളിൽ ഒത്തിരി ആളുകൾ ഇവിടെ ചൂണ്ടയിടാനും ഒഴിവ് സമയം ചെലവഴിക്കാനും വന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബണ്ടുമുക്കൂടെ നടന്ന് നീങ്ങുമ്പോൾ നീണ്ടു നടക്കുന്ന വെള്ളത്താമര കാണാൻ വേണ്ടി പറ്റും. ഇത് കൃഷിയാണെന്നും പറയുന്നുണ്ട്, താനെ മുളച്ചതാണെന്ന് പറയുന്നുണ്ട്. രണ്ട് തന്നെ ആയാലും കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണത്. ഈ താമരക്കായലിൻ്റെ ഇടയിൽ ഒരു വഞ്ചിയുണ്ട്. ഈ വഞ്ചിക്കാരന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റി കാണിക്കും. ഞാൻ ചെന്ന സമയത്ത് ആളുണ്ടാവാത്ത കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ കയറി യാത്ര ചെയ്യുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. താമര ഇറങ്ങി പൊട്ടിക്കുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. ഒരു വടിയോ കമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വലിച്ചു നീട്ടി പൊട്ടിക്കാൻ വേണ്ടി പറ്റും. ഞാൻ വന്ന സമയത്ത് ഒരു അമ്മമ്മ അവിടെ ഒരു വടി ഉപയോഗിച്ചിട്ട് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചു നോക്കുമ്പോൾ അമ്പലത്തേക്കുള്ളതാണെന്നാണ് പറഞ്ഞത്. മനോഹരമായൊരു സൺസെറ്റ് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. താമരക്കായലിൻ്റെയും പാടത്തിൻ്റെ അറ്റത്ത് സൂര്യൻ താഴുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. കായലും പാടവും അതേപോലെ സൂര്യാസ്തമയവും നല്ല വെള്ളത്താമരയും അങ്ങനെ ഒത്തിരി മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിനടുത്തുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നന്നായി ശ്രമിക്കുക.
തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ സ്ഥലങ്ങൾ കണ്ടെത്തി യാത്രകൾ പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.